സമസ്ത മുഷാവറ യോഗത്തിലെ തർക്കങ്ങൾ പുറത്തറിയിച്ചവരെ കണ്ടെത്തണമെന്ന് അബ്ദുസ് സമദ് പൂക്കോട്ടൂർ. ഇന്നലെ സമസ്ത മുഷാവറയിൽ ഉണ്ടായ സംഭവങ്ങൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വിഷമിപ്പിച്ചുവെന്നും അബ്ദുസ് സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. ഇപ്പോൾ വിശദാംശങ്ങളുമായി സ്വാലിഹ്, അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞതൊന്ന് കേൾക്കാം. ചർച്ച ചെയ്യുന്നൊരു അടച്ചിട്ട ഒരു മുറിയിൽ പ്രഗത്ഭരും പ്രതിഭാസമ്പന്നരുമായ പണ്ഡിതന്മാർ ചേർന്ന് ചർച്ച ചെയ്യുന്നൊരു വിഷയം ഈ രീതിയിൽ വലിച്ചു പുറത്തിട്ടതാരാണെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അത് ഖേദകരമാണ്. അതിനേക്കാൾ ഗൗരവകരമാണ് ചില സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഒരു ചർച്ചയും തർക്കവുമൊക്കെ വരുമ്പോൾ അത് പുറത്തു വരിക എന്നത് അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ആരാണത് പുറത്തിട്ടത് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സ്വാലിഹ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാലിഹ്, ഇന്നലെ തന്നെ സമസ്ത ഇതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതായത് ഇന്നലെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പ്രചരിച്ച ഘട്ടത്തിൽ തന്നെ അത് നിഷേധിച്ചുകൊണ്ട് പിന്നീട് വാർത്താക്കുറിപ്പൊക്കെ വന്നു. പക്ഷേ ഇന്നും പത്രങ്ങളിൽ ചില പത്രങ്ങളിലെങ്കിലും കണ്ട തലക്കെട്ട് സമസ്ത മുഷാവറ യോഗത്തിൽ നിന്ന് പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന് തന്നെയാണ്. ആ സംഘടന അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്തിയ ശേഷവും അല്ല, ഇറങ്ങിപ്പോയി എന്ന നിലയിലേക്ക് വാർത്ത തന്നെ തലക്കെട്ട് എഴുതുന്ന ഒരവസ്ഥ ഇന്ന് സംജാതമായിട്ടുണ്ട്. ഇതടക്കമുള്ള സാഹചര്യത്തെക്കുറിച്ചാണോ ഇപ്പോൾ അബ്ദുസ് സമദ് പൂക്കോട്ടൂർ പറഞ്ഞത്? അവിടെ നടന്ന ചർച്ചകളെ പുറത്തേക്ക് ഇട്ടതാരാണ്? അത് ആ നിലയിൽ മറ്റൊരു വിവാദ പശ്ചാത്തലം അതിൽ രൂപീകരിച്ചത് എങ്ങനെ എന്നതിലുള്ള അവരുടെ ഒരു അതൃപ്തിയാണോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ? ശരത്ത്, തീർച്ചയായും സമസ്ത കെ വിഭാഗത്തിനകത്തുള്ള ഈ ഭിന്നത, അതിൽ നടത്തുന്ന സമവായ ശ്രമങ്ങൾ പോലും വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ ഒരുമിച്ചിരുന്ന് സമവായ ശ്രമം നടത്തിയപ്പോൾ ഒരു വിഭാഗം പങ്കെടുത്തിരുന്നില്ല. അതിനുശേഷമാണ് ഇന്നലെ മുഷാവറ യോഗം നടക്കുന്നത്. ഇതിനകത്ത് വലിയ വാഗ്വാദങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. ബഹാവുദ്ദീൻ നദ്വി കൂരിയാട് ഇത് ശരിവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സമസ്തയിലെ മറ്റു നേതാക്കൾ ഇത് തള്ളുകയാണ്. സമസ്തയും ഇത് നിഷേധിച്ച് വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. മുക്കം ഉമർ ഫൈസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പുറത്തിരിക്കണമെന്ന് ബഹാവുദ്ദീൻ നദ്വി കൂരിയാട് ആവശ്യപ്പെട്ടിരുന്നു. ബഹാവുദ്ദീൻ നദ്വി സമസ്ത മുഷാവറയ്ക്കുള്ളിലെ ലീഗ് അനുകൂലിയാണ്. അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ കള്ളന്മാരാണ് പുറത്തു പോകേണ്ടത് എന്ന് മുക്കം ഉമർ ഫൈസി നടത്തിയ പ്രസ്താവനയാണ് ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ളവരെ വലിയ പ്രകോപനത്തിന് ഇടയാക്കുന്നത്. തുടർന്ന് അദ്ദേഹം ഇറങ്ങിപ്പോയി എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇറങ്ങിപ്പോയതല്ല, 1:45 മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനായാണ് ഇറങ്ങിയത് എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. സമസ്തയും ഇതിൽ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഏതായാലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. വീണ്ടും അടുത്ത മുഷാവറ യോഗം ഈ വിഷയം മാത്രം ചർച്ച ചെയ്യാൻ 2 ആഴ്ചക്കകം ചേരാനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം മുസ്ലിം ലീഗ് ഒരു ഭാഗത്ത് സമവായ ശ്രമം നടത്തുന്നുണ്ട്. അത് തന്നെയാണ് ഇവരെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുന്നതും. അതിപ്പോ സ്വാലിഹ്, ഇങ്ങനൊരു സമവായ ശ്രമം ലീഗ് നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ലീഗ് അനുകൂല വിഭാഗത്തിന്റെ ആദർശ സംരക്ഷണ കമ്മിറ്റി ഒരു ഭാഗത്ത് നിൽക്കുന്നു. അത് സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് അംഗീകരിക്കാവുന്നതല്ലല്ലോ. തർക്കത്തിൻ്റെ ഒരു പ്രധാന കാരണം അതുതന്നെയാണ്. അതുപോലെ തന്നെ സമസ്തയിലെ ഈ പറഞ്ഞ ലീഗ് അനുകൂലവും ലീഗ് വിരുദ്ധവുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തർക്കം നിൽക്കുന്നു. ഇതാകെയും പരിഹരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട യോഗമാണ് ഈ പറഞ്ഞ സമസ്ത മുഷാവറ യോഗമാണ്. ആ നിലയിൽ ഒന്നും ഒരു തീരുമാനമാകാതെ ഇന്നലെ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരിഹാരം സമവായം കണ്ടെത്താൻ ചേർന്ന യോഗം തന്നെ കൂടുതൽ ഭിന്നതയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതിന്, ഭിന്നിപ്പ് കൂട്ടുന്നതിന് ഇടവരുത്തി എന്ന വിലയിരുത്തൽ ഇവർക്കിടയിലുണ്ടോ, പലർക്കുമുണ്ടോ? തീർച്ചയായും ഈ ആദർശ സംരക്ഷണ സമിതിയുടെ പിന്നിൽ മുസ്ലിം ലീഗ് ആണ് എന്നാണ് സമസ്തയിലെ വലിയ വിഭാഗം പണ്ഡിതരും കരുതുന്നത്. അവർ തന്നെയാണ് ഇതിനെതിരെ, പ്രത്യേകിച്ച് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ ചേർന്നാണ് ഇത്തരത്തിൽ ഒരു സമിതി രൂപീകരിച്ചിരുന്നത്. അതിനെ ഇവർ വിശേഷിപ്പിക്കുന്നത് നളന്ദ കുറുവ സംഘം എന്നാണ്. ഇത്തരത്തിൽ വലിയ വിമർശനം മുസ്ലിം ലീഗ് നടത്തുന്ന ഇടപെടൽ തന്നെ ഉണ്ടാക്കുകയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പോയിരിക്കുന്നു. ഇനി ഇതിൽ സമസ്ത മുഷാവറയിലാണ് ഒരു സമവായം ഉണ്ടാവേണ്ടത്. പക്ഷെ മുഷാവറയ്ക്കകത്തും ഈ ലീഗ് വിരുദ്ധരും അനുകൂലികളും തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് പ്രത്യേകിച്ച് സാദിഖ് അലി തങ്ങളുടെ നേതൃത്വം തന്നെ അംഗീകരിക്കാത്ത ഒരു വിഭാഗം ഇതിനകത്ത് ഉണ്ട്. ഈ ലീഗ് വിരുദ്ധ വിഭാഗത്തിനകത്തുണ്ട്. പണ്ഡിതന്മാരാണ് പള്ളികളുടെ കാളിയാവേണ്ടത്, അല്ലാതെ പരമ്പരാഗതമായി മതപരമായി അറിവില്ലാത്ത ആളുകൾ അത് ആവരുത് എന്ന് പരസ്യമായി ഉമർ ഫൈസി മുക്കം നടത്തിയ പ്രസ്താവനയാണ് ഇതിന്റെ എല്ലാം ഒരു തുടക്കമുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലപാടിൽ ഇവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്.
ലീഗ് ആവട്ടെ സമാന്തരമായി ഒരു കാലി ഫൗണ്ടേഷൻ രൂപീകരിച്ച് സുന്നി മഹല്ല് ഫെഡറേഷന് സമാന്തരമായി നീങ്ങുന്നു. അതായത് സമസ്ത പൂർണ്ണമായി പിടിച്ചടക്കാനുള്ള ശ്രമം മുസ്ലിം ലീഗ് ഒരു ഭാഗത്ത് നടത്തുകയും ലീഗ് അനുകൂലികളെ ഇതിനകത്ത് ബാറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് നിലവിൽ പ്രശ്നമായി നിൽക്കുന്നത്. അടിസ്ഥാനപരമായ ഒരു പ്രശ്നം ഇ കെ സുന്നി വിഭാഗത്തിൽ അല്ലെങ്കിൽ സമസ്തയിൽ സാധാരണ പാണക്കാട് തങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആദരവും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു വലിയ പ്രാമുഖ്യമുണ്ട്. അത് ഏതായാലും സാദിഖ് അലി തങ്ങൾക്ക് ആ നിലയിൽ കിട്ടാൻ കഴിയാത്ത വിധം പണ്ഡിതരുടെ ഇടയിൽ അദ്ദേഹത്തെക്കുറിച്ച് ഈ മുമ്പ് സ്വാലിഹ് സൂചിപ്പിച്ച പോലെ തരത്തിലുള്ള ഉമർ ഫൈസിയൊക്കെ സൂചിപ്പിച്ച പോലെ തരത്തിലുള്ള അതൃപ്തികളോ അല്ലെങ്കിൽ വിമർശനത്തിൻ്റെ വിവിധ ഘടകങ്ങളോ ഉണ്ട് എന്നുള്ളതും കൂടി ഈ പ്രശ്നത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. ആ ഒരു ഉൾക്കൊള്ളൽ ഇല്ലായ്മ ഉള്ളിടത്തോളം സമയം ഈ ഭിന്നത ഇതേ നിലയിൽ തന്നെ തുടരുകയും ചെയ്യാം. പരിഹാരം അത്ര എളുപ്പവുമാകില്ല. തീർച്ചയായും സമസ്തയുടെ പള്ളികളിലെ ബഹുഭൂരിപക്ഷം പള്ളികളുടെയും കാലിസ്ഥാനം വഹിക്കുന്നത് പാണക്കാട് കുടുംബമാണ്, പാണക്കാട് തങ്ങന്മാരാണ്. അതാവട്ടെ നേരത്തെ ഹൈദരലി തങ്ങളായാലും മുഹമ്മദ് അലി ശിഹാബ് തങ്ങന്മാരായാലും അവരും വലിയ മതപണ്ഡിതർ കൂടിയായിരുന്നു. പക്ഷെ സാദിഖ് അലി തങ്ങൾക്ക് അങ്ങനെ ഒരു മത വിഷയങ്ങളിൽ പാണ്ഡിത്യമില്ല. അങ്ങനെ ഒരാൾ ഈ സ്ഥാനം വഹിക്കരുത് എന്ന മതപരമായ വിധിയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മതപരമായ വിഷയമായി മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു സമവായ സാധ്യത പോലും മുസ്ലിം ലീഗിനെ ഈ സാദിഖ് അലി തങ്ങളെ മുന്നിൽ വെച്ച് നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. അവരാവട്ടെ ഈ സമസ്ത മുഷാവറയിൽ ഇക്കാര്യം പറയുമ്പോഴെല്ലാം മതത്തിന്റെ വിധികൾ അതായത് സ്വാലിഹ് ഈ മുസ്ലിം മതപണ്ഡിതന്മാർ സമസ്തയിലെ മുസ്ലിം പണ്ഡിതന്മാരിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം, ഒരു പ്രബല വിഭാഗത്തിൽ നിന്ന് ഈ സമാനതകളില്ലാത്ത മുൻപ് ഒരിക്കലും ഇല്ലാത്ത വിധം പാണക്കാട് തങ്ങൾക്കുണ്ടാകുന്ന ഒരു തിരസ്കരണം, മുൻപുണ്ടായിരുന്ന തങ്ങന്മാരെ അംഗീകരിച്ചിരുന്ന ഇ കെ വിഭാഗത്തിലേക്ക് സമസ്തയിലേക്ക് ആ നിലയിലുള്ളൊരു സ്വീകാര്യത സാദിഖ് അലി തങ്ങൾക്ക് കിട്ടുന്നില്ല. തീർച്ചയായും സമസ്ത മുഷാവറയ്ക്ക് അകത്ത് ബഹാവുദ്ദീൻ നദ്വി കൂരിയാട് അതുപോലെ 2-3 ആളുകളാണ് ഈ മുസ്ലിം ലീഗ് അനുകൂലികളായിട്ട് ഉള്ളത്. അതേസമയം പുറത്ത് SYS-ന്റെയും SKSSF-ന്റെയും ഒക്കെ നേതാക്കൾ അബ്ദുസമദ് പൂക്കോട്ടൂരിനെയൊക്കെ പോലുള്ള മറ്റ് നേതാക്കളാണ് ഈ ലീഗ് അനുകൂലികളായി പുറത്തുനിന്ന് ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാക്കുന്നത്. മുഷാവറയ്ക്കകത്ത് സ്വാഭാവികമായും ഭൂരിപക്ഷം ഉള്ളത് ഈ പണ്ഡിതർക്ക് തന്നെയാണ്. പണ്ഡിതരാണ്. പ്രത്യേകിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങളായാലും അതുപോലെ ബഹാവുദ്ദീൻ നദ്വിയും ഒക്കെ മതപണ്ഡിതർ കൂടിയാണ്. അവർക്ക് ഈ വിഷയം ഇരുന്ന് ചർച്ച ചെയ്യാൻ സാധിക്കാത്തത് പുറത്തു നിന്നുള്ള ലീഗിന്റെ ഇടപെടൽ എന്ന സ്വാലിഹ് വളരെ വളരെ സ്പഷ്ടമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നതും ഇന്നലെ നടന്നതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളെ സംബന്ധിച്ച വളരെ ക്ലാരിറ്റിയുള്ള വിവരങ്ങൾ തന്നെയാണ് നമ്മളുമായി പങ്കുവച്ചത്. സ്വാലിഹ്, അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, അദ്ദേഹമാണ് ഈ മുഷാവറ യോഗത്തിൽ ഉമർ ഫൈസി മുക്കം ഇറങ്ങിപ്പോകാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന നിലയിലേക്ക് ഒരു ചോദ്യം ഇന്നലെ ഉന്നയിച്ചത്. പ്രസിഡന്റ് പറഞ്ഞിട്ടും പുറത്തിറങ്ങാത്തത് എന്താണെന്ന നിലയിലാണ് അദ്ദേഹത്തെ കോട്ട് ചെയ്ത് പത്രങ്ങളിലൊക്കെ എഴുതിയിട്ടുള്ളത്. ഇന്ന് കണ്ടത് വായിച്ചത് അങ്ങനെയാണ്. ഇന്നലെ നമ്മുടെ വാർത്തകളിലൊക്കെ എല്ലാ വാർത്തകളിലും ഉണ്ടായിരുന്നു. പക്ഷേ അതേ ഉമർ ഫൈസി മുക്കം ഇന്നിപ്പോൾ അതിനുശേഷവും ശക്തമായ പ്രതികരണങ്ങൾ നടത്തിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഞാൻ വരാം സ്വാലിഹിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ കേൾക്കാം. മുസ്ലിം ലീഗിനെതിരെ ഉമർ ഫൈസി മുക്കം വീണ്ടും ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് മുസ്ലിം ലീഗ് അനുകൂലികൾ വാർത്ത സൃഷ്ടിക്കുന്നു എന്നാണ് ഉമർ ഫൈസി മുക്കം ആരോപിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് ലീഗിന് നാശമുണ്ടാക്കും എന്നും ഉമർ ഫൈസി മുക്കത്തിൻ്റെ മുന്നറിയിപ്പ്. ലീഗിനെ നശിപ്പിക്കല്ലോ, അവർ വംശത്തെ പോലെ ഉള്ളിൽ കൂടെയാണ് കയറി നശിപ്പിക്കുക. അറിയൂല. അതുകൊണ്ട് അവരെ ചങ്ങായിത്വം ലീഗിന് അപകടമാണ്. ലീഗിന് അപകടം ചെയ്യുന്ന ആ പണി ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ പണ്ടൊരു ലേഖനം എഴുതി. ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടുപിടിക്കുന്നത് അപകടമാണ്. മുസ്ലിം ലീഗ് അവരെ കൂട്ടുപിടിച്ചാൽ അവർ നമ്മൾ അടുക്കളയിലൊക്കെ എത്തും. വളരെ വളരെ ശക്തമായ വാക്കുകൾ. ഇതിനെല്ലാം ശേഷവും ഈ പറഞ്ഞ സമസ്ത മുഷാവറ യോഗത്തിന് ശേഷമാണോ ഇങ്ങനെ ഒരു വലിയ മുന്നറിയിപ്പ് മുസ്ലിം ലീഗിന് അദ്ദേഹം ഉമർ ഫൈസി മുക്കം നൽകുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത് ലീഗിൻ്റെ നാശമാണ് എന്നാണ് ഇതിലൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചത് നമ്മൾ കണ്ടത്. സ്വാലിഹ്, ഇന്നലത്തെ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം നടത്തിയ ഒരു പൊതുവേദിയിലെ പ്രസംഗത്തിന്റെ ഭാഗമാണ്. സ്വാഭാവികമായി അവർ ഉയർത്തിയ വിഷയങ്ങളെല്ലാം ഇങ്ങനെ സുന്നിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. സുന്നി ആശയങ്ങൾക്കെതിരെ ഈ മുസ്ലിം ലീഗിലുള്ള ഒരു വിഭാഗം ശ്രമിക്കുന്നു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലും കൂട്ടുപിടിക്കുന്ന സാഹചര്യം വരുന്നു. ഇത് സുന്നത്ത് ജമാഅത്ത് എന്ന ഈ സുന്നി സംഘടനകളെ അല്ലെങ്കിൽ സമുദായത്തെ
ബാധിക്കുന്ന വിഷയമാണ് എന്ന കാര്യം ഇവർ ഈ മുഷാവറക്കകത്ത് ഉയർത്തിയപ്പോഴാണ് പ്രത്യേകിച്ച് ബഹാവുദ്ദീൻ നദ്വിയൊക്കെ വലിയ ലീഗ് അനുകൂലികളെല്ലാം വലിയ തോതിൽ അസ്വസ്ഥരാകുന്നത്. ഇതിനകത്ത് ഇന്നലെ ഉണ്ടായി എന്ന് കേൾക്കുന്ന ഒരു വാക്കുണ്ട്. ഈ PMA സലാമിന്റെ വിഷയം പരാമർശിച്ചു പോയപ്പോൾ തന്നെ, സാദിഖ് അലി തങ്ങളുടെ വിഷയം പരാമർശിച്ചു പോയപ്പോൾ തന്നെ വഹാബിയായ PMA സലാം ജനറൽ സെക്രട്ടറിയായ സംഘടനയുടെ പ്രസിഡന്റ് അല്ലേ സാദിഖ് അലി തങ്ങൾ എന്ന ഒരു ചോദ്യം ഈ മുഷാവറയ്ക്കകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അത്രമേൽ ഇവർക്കിടയിൽ ഈ സുന്നി ആശയങ്ങളും അതിനകത്ത് മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും കൂടി ഈ ലീഗിൽ ഇടപെട്ട അത് സമസ്തയെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് വളരുന്നു എന്ന ഒരു ആശങ്ക സുന്നി പണ്ഡിതർക്കുണ്ട്. അതാണ് ഈ വിഷയങ്ങളുടെ എല്ലാം കാതലായ വിഷയം. ഇത് പരിഹരിക്കുക അത്ര എളുപ്പമല്ല. സ്വാഭാവികമായും പണ്ഡിതർ മാത്രം ഇരുന്ന് പരിഹരിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് ലീഗിന് ഇതിൽ ഇടപെടാനും സാധിക്കാതിരിക്കുന്നത്. ഇത് പരിഹരിക്കണമെങ്കിൽ ലീഗിന്റെ ഈ പിന്നിൽ നിന്നുള്ള ഇടപെടൽ, ബഹാവുദ്ദീൻ നദ്വിയെയും അബ്ദുസമദ് പൂക്കോട്ടൂരിനെയും ഒക്കെ പോലുള്ള ആളുകളെ മുന്നിൽ നിർത്തി ഈ ഇടപെടൽ നടത്തുന്നത് നിർത്തണം എന്ന ഒരു നിലപാട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ഉൾപ്പെടെയുണ്ട്. അതാണ് ഈ സമവായ ചർച്ചയ്ക്ക് ശേഷം, ലീഗ് നേതൃത്വം നൽകിയ സമവായ ചർച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഇത് മുഷാവറയിൽ സംസാരിക്കാം എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയാനുണ്ടായ സാഹചര്യം. ഏതായാലും 2 ആഴ്ചക്കകം വീണ്ടും സമസ്തയുടെ മുഷാവറ യോഗം ചേരുന്നുണ്ട്. ഇത്തരം ആശയപരമായ കാര്യങ്ങൾ, ജമാഅത്തുമായുള്ള ബന്ധം, ഒപ്പം PMA സലാമിന്റെ വഹാബി നിലപാടുകൾ, അത് സമസ്തയെ ഏതു തരത്തിൽ വഴിതെറ്റിക്കുന്നു, അത് മുസ്ലിം ലീഗിനെ ഏതു തരത്തിൽ ബാധിക്കുന്നു, അതെല്ലാം അടുത്ത മുഷാവറയിൽ കൂടി ഇവർ ഇരുന്ന് അവലോകനം ചെയ്തതിനു ശേഷമായിരിക്കും ഒരു സമവായത്തിലേക്ക് പോവുക. പക്ഷെ അതിന് ഈ ഉമർ ഫൈസി മുക്കവും ബഹാവുദ്ദീൻ നദ്വിയും ഒക്കെ നേരിട്ട് തന്നെ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കാര്യങ്ങളിൽ കൂടി ഒരു സമവായത്തിലെത്തിയതിനു ശേഷമായിരിക്കും മുഷാവറ യോഗം ഉണ്ടാവുക. റൈറ്റ്. വളരെ സമഗ്രമായി തന്നെ ഇന്നലത്തെ മുഷാവറ യോഗത്തിന്, സമസ്ത മുഷാവറ യോഗത്തിനു ശേഷവുമാണ് ഉണ്ടായ ഓരോ സാഹചര്യങ്ങളുമാണ് വളരെ സമഗ്രമായി തന്നെ ഇപ്പോൾ സ്വാലിഹ് പ്രേക്ഷകരുമായി പങ്കുവെച്ചത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ആ മുഷാവറ യോഗത്തിന് ശേഷമാണ് ഉമർ ഫൈസി മുക്കം വളരെ ശക്തമായി തന്നെ മുസ്ലിം ലീഗിന് ഒരു മുന്നറിയിപ്പ് നൽകിയത്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സഹകരണം സർവനാശമാണ് നിങ്ങൾക്ക് സംഭവിപ്പിക്കാൻ പോകുന്നത് എന്ന ഒരു ശക്തമായ താക്കീത് ഈ മുഷാവറ യോഗത്തിനു ശേഷം ചേർന്ന പൊതുയോഗത്തിൽ വെച്ച് അദ്ദേഹം നൽകുകയുണ്ടായി എന്നതുകൂടി ഓർക്കണം. അത് അത്ര വലിയ പ്രാധാന്യമുള്ളത് കൂടിയാണ്. ആ നിലയിൽ തന്നെ നിലപാട് എത്രമാത്രം ശക്തമാണ് എന്ന് വെളിപ്പെടുത്തുന്നത് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ പൊതുവേദിയിലെ പരാമർശം.